എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. പാവയ്ക്ക ഇതുപോലെ തിന്നായി മുറിക്കണം. ഇനി ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാകുമ്പോൾ പാവയ്ക്ക ഇടാം. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം. അത്യാവശ്യം ക്രിസ്പിയായി കിട്ടണം. സൈഡുകൾ മാറ്റിയിടാം. ഇതുപോലെ ഇതെല്ലാം എടുക്കാം. കുറച്ചുകൂടി വറുക്കാനായിടാം. ഇതെടുക്കാം. ബാക്കിയുള്ള കഷ്ണങ്ങൾ കൂടി വറുത്തെടുക്കാം. പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഇതെടുക്കാം. ബാക്കിയുള്ള ചേരുവകൾ കൂടി വറുത്തെടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം കടലപ്പരിപ്പും ഉഴുന്നും എടുത്തിട്ടുണ്ട്. ചെറുതായി ചോക്കുന്നവരെ വറുത്തെടുക്കാം. കൂടെ തന്നെ 5 വെളുത്തുള്ളി അല്ലി, 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി മുറിച്ചിടാം. കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കാം. 1 മിനിറ്റ് നന്നായി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ എള്ള്, കുറച്ച് ചെറിയ ജീരകം ചേർക്കാം. ജീരകവും എള്ളും പൊട്ടുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി കൂടി ചേർക്കാം. പുളി ചേർക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം കേടുകൂടാതിരിക്കും. പരിപ്പുകളൊക്കെ ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങ കൂടി ചേർക്കാം. തേങ്ങയും ചെറുതായി ചോക്കുന്നവരെ വറുത്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിവേപ്പിലയെല്ലാം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കായം കൂടി ചേർക്കാം. 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഒന്നുകൂടി തണുത്താൽ പൊടിച്ചെടുക്കാം. പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. പൊടിച്ചെടുക്കാം. തരിതരിപ്പായാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. പാവയ്ക്ക കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി ഉണഴിക്കാൻ. അത്ര രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരാഴ്ച വരെയെല്ലാം കേടുകൂടാതെ സൂക്ഷിക്കാം.